ഞാനിപ്പോൾ ഉള്ളത് ചങ്ങരം എന്ന് പറയുന്ന സ്ഥലത്താണ്. ചങ്ങരം ചേർത്തല താലൂക്കിലെ പട്ടണക്കാട് ബ്ലോക്കിൻ്റെ കീഴിലുള്ള കോടന്തുരുത്ത് പഞ്ചായത്തിലാണ് ചങ്ങരം എന്ന് പറയുന്ന സ്ഥലം. ഈ ചങ്ങരം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരുപാട് കാഴ്ചകളുണ്ട്. വേറൊന്നുമല്ല, ഒരുപാട് പക്ഷികളുണ്ട്. അതുകൂടാതെ ഈ പ്രകൃതി വളരെ നല്ല രസമാണ് കാണാനായിട്ട്. രണ്ട് സൈഡിലും പാടങ്ങളും തോടുകളും, അതുകൂടാതെ നടുക്ക് കൂടി റോഡ് പോകുന്നു. അപ്പോൾ ഈ പ്രദേശത്തിൻ്റെ കാഴ്ചകൾ നിങ്ങളൊന്ന് പരിചയപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നത്. നമുക്ക് അതിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. ചങ്ങരം എന്നല്ല, ചങ്ങരം കരി എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള പേര്. എളുപ്പത്തിന് എല്ലാവരും ചങ്ങരം ചങ്ങരം എന്നാണ് പറയുന്നത്. പക്ഷേ ആ പേരിൽ തന്നെ നമുക്ക് കേൾക്കാനൊരു രസമുണ്ട്, ചങ്ങരം. അതുപോലെ തന്നെ മനോഹരവുമാണ് ഈ പ്രദേശം. ചങ്ങരത്തേക്ക് പോകുന്നതിന് തുടക്കത്തിൽ തന്നെയാണ് ഈ ഒരു പാലം ആദ്യം കാണുന്നത്. ആ പാലത്തിൻ്റെ ഫൗണ്ടേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആ ഒരു ഇതാണ് എഴുതി വെച്ചിരിക്കുന്നത്, ചങ്ങരം ചേരുങ്കൽ ബ്രിഡ്ജ്. ഇതിന് സൈഡിൽ തന്നെ ധാരാളം മരങ്ങൾ നിൽപ്പുണ്ട്. ഒരുപാട് ചില്ലകളുള്ള മരങ്ങളാണ്. അവിടെ എല്ലാം തന്നെ ധാരാളം പക്ഷികൾ കൂട് വെച്ചിട്ടുണ്ട്. എപ്പോഴും തന്നെ പക്ഷികളാണ്. കാര്യം കൂടുതൽ അനക്കമോ ബഹളമോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് പക്ഷികൾ ഇവിടുന്ന് പറന്ന് പോകാറില്ല. അതിൻ്റെ ഇര തേടി പോകുന്നു, തിരിച്ച് അവിടെ വന്നിരിക്കുന്നു. അങ്ങനെയൊക്കെയാണ്. ഉണ്ടോ ഈ കാണുന്ന മരത്തിൽ ധാരാളം പക്ഷികളുണ്ട്. പക്ഷെ എനിക്കത് എൻ്റെ വീഡിയോയിൽ അത് കൃത്യമായിട്ട് കിട്ടുന്നില്ല. ഈ പാലം ഇറങ്ങി നമ്മൾ അല്പം മുമ്പോട്ട് നടന്നു പോകുമ്പോൾ നമുക്ക് പണ്ട് കാലങ്ങളിൽ നമ്മൾ ഈ വെള്ളം ചവിട്ടിക്കയറ്റുന്ന രീതി ഉണ്ടായിരുന്നേ, നമ്മൾ കണ്ടത്തിൽ നിന്നും തോട്ടിലേക്ക് ഇറക്കുവാനും കയറ്റുവാനുമായിട്ട്. ഇപ്പോൾ അതല്ല, നമ്മളവിടെ പ്രത്യേകം മോട്ടർ ചെയ്തിട്ട് അങ്ങനെയാണ് വെള്ളം ചാലിൽ നിന്ന് നമ്മുടെ കണ്ടത്തിലേക്ക് ഇറക്കുന്നതും അവിടെ തിരിച്ച് കളയുന്നതൊക്കെ. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു മോട്ടർ തറ ഇവിടെയുണ്ട്. മോട്ടർ തറ, മോട്ടർ പെര എന്നൊക്കെ പറയും. അതാണ് ഈ കാണുന്ന സ്ഥലം, മോട്ടർ തറ. നമ്മളിതിലെ മുമ്പോട്ട് പിന്നെയും നീങ്ങുമ്പോൾ നമ്മുടെ കണ്ണിന് നല്ല കുളിരണിയിക്കുന്ന നല്ല നല്ല കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ വരികയാണെങ്കിൽ അതിരാവിലെ വരണം, അല്ലെങ്കിൽ വൈകുന്നേരം വരണം. ഉച്ചസമയത്ത് വന്നാൽ നല്ല വെയിലും. കൂടാതെ ഇവിടെ വേറെ തണലുകളോ അങ്ങനെ ഒന്നുമില്ല, കെട്ടിടങ്ങളോ ഒന്നുമില്ല. ഒരു ഒറ്റപ്പെട്ട ഒരു വിജനമായ പ്രദേശമാണ്. അതുകൊണ്ട് രാവിലെയോ വൈകുന്നേരമൊക്കെ വരുവാൻ ശ്രമിക്കണം. പിന്നെ രാവിലെ ആണെങ്കിൽ ഒരുപാട് പക്ഷികൾ കൂടുതലുണ്ടാകും. കാര്യം ഇവിടെ മീൻ പിടിക്കുവാനായിട്ട് ഒരുപാട് ആൾക്കാർ വരാറുണ്ട്. അവർ ആ മീൻ പിടിച്ച് കഴിയുമ്പോൾ വലയിൽ നിന്ന് ചെറിയ ചെറിയ മീനുകളൊക്കെ, വേണ്ടാത്ത മീനൊക്കെ കരയിലിട്ട് കൊടുക്കും. ആ മീൻ കഴിക്കാൻ വേണ്ടി ധാരാളം പക്ഷികൾ ഇവിടെ വരും. അതാണ് രാവിലെ ഒരുപാട് പക്ഷികൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞത്. പിന്നെ മറ്റൊരു കാര്യം പറയുന്നത് ഇവിടുത്തെ സൂര്യാസ്തമനമാണ്. ഇവിടുത്തെ സൂര്യാസ്തമനം കാണാൻ വളരെ ഭംഗിയാണ്. ഇവിടുത്തെ സൂര്യാസ്തമനം നേരെ കാണുകയാണെങ്കിൽ ഇവിടുത്തെ തോട്ടിൽ സൂര്യൻ അസ്തമിക്കുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത്. ആ ഭാഗം മുഴുവൻ നല്ല ചുവപ്പ് കളറായിരിക്കും. വളരെ വളരെ എടുത്ത് പറയേണ്ട വളരെ ഒരു ഭംഗിയാണ് ആ സൂര്യാസ്തമനം കാണുവാൻ. ഏകദേശം 120ഓളം ദേശാടന പക്ഷികളാണ് ഇവിടെ വന്നു പോകുന്നത്. അതിൽ രാജഹംസം വരെ വന്നിട്ടുണ്ട്. ഇവിടുത്തെ ആൾക്കാരുടെ വരുമാന മാർഗം നെൽകൃഷിയും മത്സ്യകൃഷിയുമാണ്. ഇവിടുത്തെ ജനങ്ങളെല്ലാവരും കൃഷി ചെയ്യുന്നുണ്ട്. കൂടാതെ മീൻ പിടിച്ചൊക്കെയാണ് ഇവരുടെ വരുമാനം കണ്ടെത്തുന്നത്. ഇവിടെ വരുവാനുള്ള വഴി, ആലപ്പുഴ ഭാഗത്തുനിന്ന് വരുന്നവർ ഹൈവേ റോഡിൽ നിന്നും തുറവൂരിൽ നിന്ന് തിരിയണം. തുറവൂരിൽ നിന്ന് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞെന്നാൽ അത് വല്ലേത്തോട് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വരും. വല്ലേത്തോട് നിന്നും ലെഫ്റ്റിലേക്ക് തിരിയുമ്പോഴാണ് ഈ ചേരുങ്കൽ ചങ്ങരം റോഡ് വരുന്നത്. എറണാകുളം ഭാഗത്തുനിന്ന് വരുന്നവരാണെങ്കിൽ എരമല്ലൂർ വന്നിട്ട് എരമല്ലൂരിൽ നിന്നും റൈറ്റിലേക്ക് തിരിഞ്ഞിട്ട് എഴുപുന്ന വരണം. എഴുപുന്ന വന്നാൽ അവിടെ നിന്നും ഇടത്തേക്ക് തിരിഞ്ഞ് പോകുമ്പോഴാണ് വല്ലേത്തോട് വരും. അവിടെ നിന്ന് റൈറ്റിലേക്ക് തിരിയുമ്പോൾ ആണ് ചേരുങ്കൽ ചങ്ങരം റോഡ് വരുന്നത്. ഞാനിപ്പോൾ ചങ്ങരത്ത് നിന്നും ചേരുങ്കലിലേക്കാണ് പോകുന്നത്. ചേരുങ്കൽ ചങ്ങരം റോഡ് ഏകദേശം 4 കിലോമീറ്റർ ദൂരമാണ് ഇവിടെ നിന്നും ചേരുങ്കലിലേക്കുള്ളത്. ചേരുങ്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് ചെന്നാൽ പിന്നെ അവിടെ ഒരു തോടാണ്. അപ്പോൾ ഞാൻ ഇത് ചെന്ന് കഴിയുമ്പോൾ അങ്ങേറ്റത്ത് ചെന്നുമ്പോൾ കാണിച്ചു തരാം. അത് ഇവിടുത്തെ കാഴ്ച കാണുവാനും ഇവിടുത്തെ ഫോട്ടോ ഒക്കെ എടുക്കുവാനും ബേർഡ് വാച്ചിങ്ങിനായിട്ട് ഒരുപാട് വിദേശികൾ വരാറുണ്ട്.
ചങ്ങരം വാട്ടർലാൻഡ് എന്ന് നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്താൽ ഇതിനെക്കുറിച്ചിട്ടുള്ള ആധികാരികമായിട്ടുള്ള ഒരുപാട് വിലപിടിച്ച വിവരങ്ങൾ നമുക്ക് കിട്ടും. നമ്മൾ ഈ ചങ്ങരത്ത് നിന്ന് റോഡിലേക്ക് കയറിയാൽ ഈ 4 കിലോമീറ്റർ വരുമ്പോൾ ഇതിന് സൈഡിലായിട്ട് കടകളോ വീടുകളോ മറ്റോ ഒന്നുമില്ല, വെറും വിജനമായിട്ട് കിടക്കുകയാണ്. ഞാൻ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അറിയുന്നത് ഇവിടെ എന്തെങ്കിലും കടയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നാൽ ഇവിടെ ഒരു നിർമ്മാണ പ്രവർത്തനം ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകുമ്പോൾ ഇവിടെ ഒരുപാട് അനക്കം തട്ടും. അപ്പോൾ ആ സമയത്ത് ഇവിടെ ഈ പക്ഷികൾ വരുവാനുള്ള ആ സാധ്യത കുറഞ്ഞു വരും. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ തന്നെ മുമ്പോട്ട് പോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ ചില ബോർഡുകൾ വെച്ചിട്ടുണ്ട്. ഇതിന് പ്രവേശന സമയം ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൂടാതെ പുതിയതായിട്ട് ഇവിടെ സൈഡിൽ ഇരിക്കാനും വേണ്ടി കുറച്ച് ബെഞ്ചുകളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. ചില ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ട്. ഞാനങ്ങനെ ചങ്ങരത്ത് നിന്നും വന്ന് ഇവിടെ ചേരുങ്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് എത്താറായി. ഈ റോഡ് ഇവിടം കൊണ്ട് തീരുകയാണ്. നമ്മൾ ചങ്ങരത്ത് നിന്നും ചേരുങ്കൽ വരികയാണെങ്കിൽ ഇവിടം വരെ ഉണ്ടാവുള്ളൂ ഇതിൻ്റെ റോഡിൻ്റെ അവസാനം. ഇവിടെ തോടാണ്. ഇവിടെ എല്ലാം മീൻ പിടിക്കുന്നതിനായിട്ട് കമ്പാവല ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ കമ്പാവല? ഇതിൻ്റെ അക്കരെ പോവുകയാണെങ്കിൽ ചെല്ലാനം എന്ന് പറയുന്ന സ്ഥലത്ത് നമുക്ക് ചെല്ലാൻ പറ്റും. ചെല്ലാനം ആ റോഡാണ്, തീരദേശ റോഡുണ്ടാവും ഇവിടുന്ന്. ഈ ചേരുങ്കൽക്കാരുടെ പ്രധാന പ്രശ്നം മഴക്കാലമാകുമ്പോഴാണ്. മഴക്കാലമായെന്നാൽ ഇവിടെ ശരിക്കും വെള്ളം പൊങ്ങും. ഈ പ്രദേശത്തൊക്കെ വീടുകളിലും പെരയ്ക്കകത്തൊക്കെ വെള്ളം കയറും, വഴിയും ഒക്കെ മോശമാവും. അതുകൊണ്ട് ബന്ധപ്പെട്ടവർ ഇതൊക്കെ ഒന്ന് ശരിയായി കൊടുക്കുവാൻ ഞാൻ അപേക്ഷിക്കുകയാണ്. ഈ കാണുന്നതാണ് ഈ ചേരുങ്കലുള്ള ക്ഷേത്രം. സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ചേരുങ്കൽ. ഒരു ചെറിയ അമ്പലമാണ്, എന്നാലും നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. ഇവിടുത്തെ ഉത്സവം വരുന്നത് ഏപ്രിൽ മാസമാണ്. നമ്മളൊക്കെ കേട്ടിട്ടില്ലാത്ത രീതിയിലുള്ള പക്ഷികളാണ് ഇവിടെ ഉള്ളത്. വിദേശത്ത് നിന്ന് വരുന്ന ധാരാളം പക്ഷികളുണ്ട്. ഇവിടുത്തെ ശാന്തമായ അന്തരീക്ഷവും ഇവിടെ ജനസാന്ദ്രത വളരെ കുറവാണ്. ഈ 4 കിലോമീറ്റർ ദൂരമുള്ള ഈ റോഡിൽ ഇതിന് സൈഡിൽ 2 സൈഡിലായിട്ടും കണ്ടവും പാടങ്ങളും നടുക്ക് റോഡുമായിട്ടുള്ള സ്ഥലമാണ്. ഇവിടെ അങ്ങനെ ആൾസഞ്ചാരമൊന്നുമില്ല. അതുകൊണ്ട് നിശബ്ദമായിട്ടുള്ള ഒരു സ്ഥലമായതുകൊണ്ട് തന്നെയാണ് ധാരാളം പക്ഷികൾ ഇവിടെ വരുന്നത്. എനിക്ക് പറയാനുള്ളൊരു കാര്യമേ ഉള്ളൂ, നമ്മളൊക്കെ ഈ പ്രദേശത്തൊക്കെ പോകുന്നവർ ചിലരൊക്കെ ചിന്തിക്കും ഇവിടെ ആരുമില്ലാത്തത് കൊണ്ട് നമുക്കിവിടെ നമ്മുടെ വേസ്റ്റുകൾ നിക്ഷേപിക്കാമെന്ന്. അങ്ങനെയൊന്നും കൊണ്ട് ഇവിടെ ആരും ഒരു വേസ്റ്റ് ഒന്നും കൊണ്ട് നിക്ഷേപിക്കരുത്. നമ്മുടെ ഈ ജലത്തിലെ ഈ കാണുന്ന തടാകത്തിലെ വെള്ളമാണ് ഈ പക്ഷികൾ കുടിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ഈ വെള്ളത്തിൽ കൊണ്ടുപോയി നമ്മളുടെ വേസ്റ്റൊക്കെ ഇടുമ്പോൾ തീർച്ചയായിട്ടും പക്ഷികൾ ആ വെള്ളം കുടിക്കുകയും അതിൽ നിന്ന് അതുങ്ങൾക്ക് രോഗങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ആ സമയത്താണ് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള അസുഖങ്ങൾ വരുമ്പോൾ നമ്മളുടെ ഈ പക്ഷികളെ നമുക്ക് ഇല്ലാതാകും. നമുക്ക് നമ്മളുടെ ഇങ്ങനെ വരുന്ന പക്ഷികളുടെ ആ ഒരു വരവ് കുറയും. അതുകൂടാതെ പക്ഷികളൊക്കെ നശിച്ചു പോവുകയും ചെയ്യും. അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഭാവിയിലേക്ക് എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇങ്ങനെ പക്ഷികളെ കാണുകയോ നമ്മുടെ ഭാവിയിൽ നിന്ന് നമ്മുടെ തലമുറയ്ക്ക് പ്രയോജനം ചെയ്യുകയോ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ ആ ഒരു ആവാസ വ്യവസ്ഥ നമ്മൾ തീർച്ചയായിട്ടും നശിപ്പിക്കാതിരിക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇങ്ങനെയുള്ള ഈ സ്ഥലങ്ങളൊക്കെ എല്ലാവരും തന്നെ ഒന്ന് വിസിറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ആലപ്പുഴക്കാർക്ക് കൂടുതലും അറിയത്തില്ല ഈ ചങ്ങരം എന്ന് പറഞ്ഞ സ്ഥലം. ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതലായി കേട്ടിട്ടുണ്ട്, ചങ്ങരത്തെക്കുറിച്ച്. ഇവിടെ ഒരുപാട് പക്ഷികളുണ്ട്. അതാണ് പക്ഷികളെക്കുറിച്ചാണ് എല്ലാവരും പറയുന്നത്. ഒക്ടോബർ മാസമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പക്ഷികളുണ്ടെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഈ സ്ഥലം വൈകുന്നേര സമയങ്ങളിൽ നല്ല രസമായിരിക്കും. ഇതിൻ്റെ 2 സൈഡിലും ചില സ്ഥലങ്ങളൊക്കെ ബെഞ്ചൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലും കൂടുതൽ ഉയരാൻ സാധ്യതയുള്ള ഒരു പ്രദേശമാണ് ഈ ചങ്ങരം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ ടൂറിസ്റ്റ് ഡിപ്പാർട്ട്മെന്റും ഗവൺമെന്റും ഈ സ്ഥലം വളരെ നല്ല രീതിയിൽ ഉയർത്തിക്കൊണ്ട് വരുവാനായിട്ട് എല്ലാ പിന്തുണയും ഗവൺമെന്റിന്റെ ഭാഗത്ത് ഉണ്ടാകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും ഈ സ്ഥലം ഒന്ന് സന്ദർശിക്കുവാൻ, പ്രത്യേകിച്ച് വൈകുന്നേര സമയങ്ങളിൽ വെയിലൊക്കെ കുറഞ്ഞിട്ട് തണലൊക്കെ ഉള്ള സമയത്ത് നല്ല കാറ്റൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് ഇവിടെ വന്നൊന്ന് നമ്മുടെ കുട്ടികളെയൊക്കെ ഒന്ന് കാണിക്കാൻ പറ്റുന്ന നല്ലൊരു സ്ഥലമാണ്. ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ഒരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.